കാലിക്കറ്റ് ഈ നഗരം ഇവിടുത്തെ ബിസിനസ് രൂപപ്പെട്ടത് ബിസിനസിന്റെ 3 പില്ലേഴ്സുകളെയും കൂടെ കൂട്ടിയിട്ടാണ്. കേരളത്തിൽ അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയിൽ ഹെഡ് കോട്ട് ചെയ്യാൻ പറ്റുന്ന ടൗൺ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഞാൻ പറയും കാലിക്കറ്റ്. കാരണം റീസെന്റ് കാലിക്കറ്റിൽ നിന്ന് വളർന്നു വന്ന ബ്രാൻഡുകളെല്ലാം അവർ ഫാസ്റ്റാണ്. നല്ല പോർട്ട് ഉണ്ടാവാം, നല്ല എയർപോർട്ട് ഉണ്ടാവാം, ഗ്രോത്ത് സപ്പോർട്ട് ചെയ്യുന്ന ഒരു പോപ്പുലേഷൻ കൂടി ഉണ്ടാവുക എന്നുള്ളതും അതിന് പറ്റിയൊരു എക്കോസിസ്റ്റം ഉണ്ടാവുക എന്നുള്ളതും വലിയ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഹെഡ് കോട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബ്യൂട്ടിഫുൾ ഒരു ബുട്ടീക്ക് ടൗൺഷിപ്പാണ് ശരിക്കും കാലിക്കറ്റ്. വെൽക്കം സാർ. ഗുഡ് മോർണിംഗ്. കേരളത്തിൻ്റെ ബിസിനസ് ഹെഡ് ക്വാർട്ടർ ചെയ്യുന്ന ഒരു സ്ഥലമായി മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കോഴിക്കോട്. സോ അത് എങ്ങനെയാണ് കോഴിക്കോട് ഈ ഒരു സ്ഥാനം കൈവരിച്ചിട്ടുള്ളത്? 600-700 വർഷം മുമ്പ് 100% ഒരു തികഞ്ഞ ടൗൺഷിപ്പ് ഉണ്ടായിരുന്ന നമ്മുടെ സൗത്ത് ഇന്ത്യയിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഒരു വലിയ നാഗരികതയായിരുന്നു കാലിക്കറ്റ്. അതിൻ്റെ വലിയൊരു ഫൈൻ സൈഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാലിക്കറ്റിൽ ഇപ്പോഴും നമുക്ക് ആ ടൗൺഷിപ്പ് കാണാൻ പറ്റുന്നുള്ളതാണ്. കാരണം അത്രയും വലിയ വിഷണറി ആളുകൾ, ലീഡർഷിപ്പ് ഉള്ളവർ നേതൃത്വം കൊടുത്തിരുന്ന ഒരു ഏരിയ ആയിരുന്നു കാലിക്കറ്റ്. ഒരു ശുദ്ധജല സംവിധാനമുണ്ട് അവിടെ, ഒന്നിലധികമോ സംവിധാനങ്ങളുണ്ട്, പിന്നെ കുളങ്ങൾ വേറെ ഉണ്ട്. കാരണം ഏറ്റവും വലിയ ഒരു നാഗരികത വളരുന്നത് ശുദ്ധജലത്തിൻ്റെ ലഭ്യതയിൽ നിന്നാണ് എന്നുള്ളതുകൊണ്ടാണ് അന്നത്തെ ആളുകൾ അത്രയും പ്രാധാന്യം അതിന് കൊടുത്തിട്ടുണ്ടാവാം. നമ്മൾ കാലിക്കറ്റ് ഒരു സൈഡ് മുതൽ ഇപ്പോൾ തളി മുതൽ മാനാഞ്ചിറ മുതൽ ഇങ്ങോട്ടും, ഇനി നമ്മൾ നടക്കാവ് സൈഡിൽ അങ്ങോട്ട് പോവുകയാണെങ്കിലും ഏത് ഏരിയയിലും അത്രയും വലിയ ഒരു ശുദ്ധജലത്തിൻ്റെ അവൈലബിലിറ്റി പലതും നഗരത്തിൻ്റെ കടലിൻ്റെ തൊട്ടടുത്താണത്. പക്ഷെ എങ്കിൽ പോലും അവിടെ അവർ ശുദ്ധജലം അവൈലബിൾ ആക്കിയിട്ടുണ്ട്. അവരതിനു വേണ്ടിയുള്ള അതില്ലാത്ത സ്ഥലവും ഉള്ള സ്ഥലവും നമുക്ക് കണ്ടെത്താൻ പറ്റും. അപ്പം വിഷണറി പീപ്പിൾ അവിടെ അവൈലബിൾ ആയിരുന്നു. അപ്പോൾ നമ്മൾ മിഷ്കാൽ പള്ളിയെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു അദ്ദേഹം ഒരു അറബിക് വ്യാപാരിയായിരുന്നു. പക്ഷെ അദ്ദേഹം അന്ന് ആ പള്ളി പണിയുമ്പം അദ്ദേഹം എടുത്തൊരു വിഷൻ, എത്ര വർഷം ഇത് മുന്നോട്ട് പോയാലും ആ പള്ളി അന്നൊരു അത്ഭുതമായി നിലനിൽക്കണമെന്നുള്ള രീതിയിൽ ചെയ്തുകൊണ്ടാണ്. അപ്പോൾ ഈ തോട്ട് ലീഡേഴ്സിൻ്റെ അവൈലബിലിറ്റിയാണ് ഇവിടെ കാലിക്കറ്റിൻ്റെ ഏറ്റവും വലിയൊരു ഹെറിറ്റേജ് ആയിട്ട് രൂപപ്പെടാൻ കാരണം. അപ്പോൾ അത് പിന്നീട് ഒന്ന് ഡൗൺ ആയി പോയിട്ടുണ്ടെങ്കിലും ഇപ്പം അത് തിരിച്ചു വന്നു. ആളുകളിപ്പം പിന്നെ കേരളത്തിൽ അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയിൽ ഹെഡ് കോട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടൗൺ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഞാൻ പറയും കാലിക്കറ്റ്. കാരണം റീസെൻ്റ്ലി കാലിക്കറ്റിൽ നിന്ന് വളർന്നു വന്ന ബ്രാൻഡുകളെല്ലാം അവർ ഫാസ്റ്റാണ്. കാരണം അതിനൊരുപാട് എലമെൻറ്റുകളുണ്ട്. നല്ല പോർട്ട് ഉണ്ടാവാം, നല്ല എയർപോർട്ട് ഉണ്ടാവാം, പക്ഷേ അതിന് പറ്റിയ ഒരു പോപ്പുലേഷൻ കൂടി ഉണ്ടാവുക, ഗ്രോത്ത് സപ്പോർട്ട് ചെയ്യുന്ന ഒരു പോപ്പുലേഷൻ കൂടി ഉണ്ടാവുക എന്നുള്ളതും അതിന് പറ്റിയൊരു എക്കോസിസ്റ്റം ഉണ്ടാവുക എന്നുള്ളതും വലിയ ഇമ്പോർട്ടൻ്റ് ആണ്. കാലിക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം ഒത്തുചേർന്ന ഒരു അപൂർവ, നമ്മൾ കാലിക്കറ്റിനെ പറയുമ്പോൾ മറ്റു സ്ഥലങ്ങൾ അതിന് പറ്റൂല എന്നുള്ളതല്ല പറയുന്നത്. മറ്റു സ്ഥലങ്ങൾക്ക് അതിൻ്റെതായ അഡ്വാൻറ്റേജുകളുണ്ട്. ഇപ്പോൾ കൊച്ചിക്ക് അതിൻ്റെതായ അഡ്വാൻറ്റേജ് ഉണ്ട്, ബാംഗ്ലൂരിൻ്റെ അതിൻ്റെ അഡ്വാൻറ്റേജ് ഉണ്ട്. പക്ഷേ കാലിക്കറ്റ് മുഴുവനൊന്നും നിങ്ങൾക്ക് കറങ്ങണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ 2 മണിക്കൂർ മതി, വലിയ ട്രാഫിക് പ്രോബ്ലം ഒന്നും വന്നിട്ടില്ലെങ്കിൽ. കാരണം അത്രമാത്രം നമുക്ക് എല്ലാ സാധനങ്ങളും ഒന്നിച്ച് അവൈലബിൾ ആവുന്ന ഒരു സൗകര്യം അവിടെ ഉണ്ട്. അപ്പോൾ ഹെഡ് കോട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബ്യൂട്ടിഫുൾ ഒരു ബുട്ടീക്ക് ടൗൺഷിപ്പാണ് ശരിക്കും കാലിക്കറ്റ്. അപ്പോൾ അതുകൊണ്ട് ഇവിടുന്ന് റീസെൻ്റ്ലി വളർന്ന ബ്രാൻഡുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലാവരും വേൾഡിലേക്ക് കയറിയപ്പം ലോകം അതിനെ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു വലിയ അഡ്വാൻറ്റേജാണ്. രണ്ടാമത്തെ അഡ്വാൻറ്റേജ് ഞാൻ മനസ്സിലാക്കുന്നത്, ഇതിനൊരു യുണീക്ക് ക്യാച്ച്മെൻറ്റ് ക്രൗഡ് ഉണ്ട് കാലിക്കറ്റിന്. മറ്റാർക്കും അത് അത്ര ഇല്ല. ഇപ്പം ഇപ്പോൾ എറണാകുളത്തിന് പോലും ചില കാര്യങ്ങളിൽ അതിനൊരു ചലഞ്ച് ഉണ്ട്. ഇപ്പോൾ കാലിക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ മലപ്പുറത്തുള്ള ഒരാൾ മറ്റൊരു ജില്ലയിലാണെങ്കിൽ പോലും അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, ആഴ്ചയിൽ ഒരിക്കൽ കാലിക്കറ്റ് മിക്ക ആൾക്കാർ വരുന്നുണ്ട്. വയനാട് കാലിക്കറ്റിൻ്റെ ക്യാച്ച്മെൻറ്റ് ക്രൗഡാണ്, കണ്ണൂർ ക്യാച്ച്മെൻറ്റ് ക്രൗഡാണ്. ഇവൻ കാലിക്കറ്റിൻ്റെ പുറത്തുള്ള ആളുകളും ബീച്ചിലേക്കൊന്നും വരാത്ത ആളുകളുണ്ടാവില്ല. ഒരു NRIs തിരിച്ചു വന്നാൽ അവർ കാലിക്കറ്റിലേക്ക് ഈ നഗരത്തിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ അതിനൊരു യുണീക്ക് ക്യാച്ച്മെൻറ്റ് ഉണ്ട്, യുണീക്കായിട്ടുള്ളൊരു ജിയോഗ്രഫിക്കൽ അഡ്വാൻറ്റേജ് ഉണ്ട്. പിന്നെ നമ്മുടെ അപ്പോൾ എല്ലാ സൗകര്യം കുറവാണെങ്കിലും കാലിക്കറ്റ് എയർപോർട്ടാണ് ഏറ്റവും കൂടുതൽ പെർഫോമിങ്. കാരണം നമ്മൾ നോക്കുകയാണെങ്കിൽ മറ്റുള്ള എയർപോർട്ടിലുള്ളതിനേക്കാളും പറ്റുമെങ്കിൽ കാലിക്കറ്റ് ഒന്ന് പോകാനാണ് ആൾക്കാർ ആഗ്രഹിക്കുന്നത്. കാരണം അത് ഇവിടുത്തെ ജനങ്ങൾക്ക് ഉള്ള കുറേ ജിയോഗ്രഫിക്കൽ അതിനുള്ള അഡ്വാൻറ്റേജുകളുണ്ട്. പിന്നുള്ളത് ഓവറോൾ ഞാൻ മനസ്സിലാക്കിയത്, ഒരു ബിസിനസ്സിന് ഏറ്റവും കൂടുതൽ സാധ്യതകളെ രൂപപ്പെടുത്തുന്ന ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ് ട്രസ്റ്റ്. കാലിക്കറ്റ് ഈ നഗരം ഇവിടുത്തെ ബിസിനസ് രൂപപ്പെട്ടത് ബിസിനസിൻ്റെ 3 പില്ലേഴ്സുകളെയും കൂടെ കൂട്ടിയിട്ടാണ്. 1 ട്രസ്റ്റ്, 2 ഹോസ്പിറ്റാലിറ്റി, 3 ഹാർഡ് വർക്ക്. ഈ 3 ഇതേ മിക്സിൽ രൂപപ്പെട്ട അപൂർവം സ്ഥലങ്ങളെ ഉണ്ടാവുള്ളൂ.
പക്ഷെ അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് കോഴിക്കോട്. ലോക ഭൂപടം ഒരു സമയത്ത് രൂപപ്പെട്ട സമയത്ത്, വേൾഡിൻ്റെ ട്രേഡ് മാപ്പ് അറ്റ്ലസ് രൂപപ്പെട്ട സമയത്ത് മെൽബണിൻ്റെ കൂടെ കാലിക്കറ്റ് ഉണ്ടായിരുന്നു. അന്ന് നമ്മൾ ഈ പറയുന്ന ദുബായ് ഒന്നും ആ നഗരം എന്നുള്ള രൂപം പോലും രൂപപ്പെട്ടുകൊണ്ടേ ഇരിക്കുന്നുണ്ടാവുള്ളൂ, അല്ലെങ്കിൽ അവരെ തുടങ്ങിയിട്ടില്ല. അപ്പോഴും കാലിക്കറ്റ് അവിടെ ഉണ്ട്. അപ്പോൾ ഇപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കാലിക്കറ്റ് എത്ര വളർന്നാലും അതിൻ്റെ പഴയ ഹെറിറ്റേജിലേക്ക് വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇനിയും ഒരുപാട് സാധ്യതകളുണ്ട്. നമ്മൾ എന്തും വളരാൻ ശ്രമിക്കുമ്പോൾ നമ്മളെപ്പോഴും അതിൻ്റെ ബാക്ക് ടു ലെഗസി, അതിൻ്റെ ലെഗസി പീരീഡിലേക്കാണ് നമ്മൾ പോവുക. ആ ലെഗസി പീരീഡ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ പൊട്ടൻഷ്യൽ, ഇപ്പോൾ ഹൈലൈറ്റ് പോലത്തെ 5-10 ടൗൺഷിപ്പുകൾ കാലിക്കറ്റ് വന്ന് അത്ഭുതപ്പെടേണ്ടതില്ല. കാരണം അതിനുള്ള സ്കോപ്പ് ഇവിടെ ഉണ്ട്. കാരണം ഇവിടെയുള്ള ആളുകൾ ഇതിനു വേണ്ടി അങ്ങനത്തെ ഒരു എക്കോസിസ്റ്റം ബിൽഡ് ആവുമ്പോൾ അതിലേക്ക് വരാനുള്ള, അതിനെ ഏറ്റെടുക്കാനുള്ള രീതിയിൽ വലിയൊരു കമ്മ്യൂണിറ്റി, ഇപ്പോൾ കാലിക്കറ്റ് ബ്രാൻഡുകൾക്ക് ഇപ്പോൾ ഇവൻ ഇന്ത്യയിൽ എല്ലായിടത്തും അല്ലെങ്കിൽ കേരളത്തിൽ എല്ലായിടത്തും കാലിക്കറ്റിൽ നിന്ന് വരുന്ന ബ്രാൻഡുകൾക്ക് ഒരു ആക്സെപ്റ്റൻസ് സ്പെഷ്യലായിട്ടുണ്ട്. അപ്പോൾ ആ അർത്ഥത്തിൽ കാലിക്കറ്റിൻ്റെ സാധ്യത വളരെ വലുതാണ്. ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇപ്പം റീസെൻ്റ്ലി ഇപ്പം വെൽനെസ്സിലെ ഏറ്റവും വലിയ ഇന്നോവേഷൻ വെഞ്ചർ കാലിക്കറ്റ് വരുന്നു. 1000 crores മുകളിലാണ് ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നത്. അത് കാലിക്കറ്റിലാണ് വരുന്നത്. രണ്ടാമത് നമ്മളിപ്പം മലബാർ പോലത്തെ ബ്രാൻഡുകൾ ഇവിടുന്ന് വരുന്നു. എന്നാൽ വീണ്ടും ജ്വല്ലറിയിൽ മെറാൾഡ് പോലത്തെ ബ്രാൻഡുകൾ വീണ്ടും എമേർജ് ചെയ്യുന്നു. ഹൈലൈറ്റ് പോലത്തെ ബ്രാൻഡുകൾ വരുന്നു. ഇപ്പോൾ ഏറ്റവും കൂടുതൽ നല്ല ഫ്ലാറ്റുകൾ ഇന്ത്യയിലോ പ്രത്യേകിച്ച് കേരളത്തിൽ മുഴുവൻ ഉണ്ടാക്കുന്ന സ്കെയിലൈൻ കാലിക്കറ്റിൽ നിന്നാണ് വന്നത്. നിങ്ങൾ നോക്കുകയാണെങ്കിൽ അതുപോലെ ഒത്തിരി ബ്രാൻഡ്സും നമുക്കിപ്പോൾ സൈലം പോലത്തെ ബ്രാൻഡുകൾ വരുന്നത് എഡ്യൂക്കേഷനിൽ ശരിക്കും വലിയ റവല്യൂഷൻ ചെയ്യുന്നുണ്ട് അവരൊക്കെ. അപ്പോൾ ഇതെല്ലാം വരുന്നത് ഹെഡ് കോട്ട് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല സ്ഥലം. അപ്പോൾ അതിലൊന്ന് ട്രസ്റ്റാണ്. പക്ഷേ ഹോസ്പിറ്റാലിറ്റി എന്ന് പറയുന്ന യുണീക്ക് ഫീച്ചർ അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ഹോസ്പിറ്റാലിറ്റിയാണ് ഒരു ബിസിനസ്സിൻ്റെ കീ ഇൻഗ്രീഡിയൻറ്റിൽ. ട്രസ്റ്റ് കഴിഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. മൂന്നാമത്തെ സാധനം ഹാർഡ് വർക്കാണ്. അപ്പോൾ ഹാർഡ് വർക്ക്, ഹോസ്പിറ്റാലിറ്റി, ട്രസ്റ്റ്, ഈ 3 ഇൻഗ്രീഡിയൻറ്റ് വളരെ പ്രത്യേക രീതിയിൽ ഒരു കോമ്പിനേഷൻ കാലിക്കറ്റിൽ ഉള്ളതുകൊണ്ട് കാലിക്കറ്റിൽ ഇനി വലിയ നമ്മൾ എന്താ പറയുക, ഈ ലോകം വണ്ടർ ചെയ്യുന്ന, ലോകത്തെ വലിയ വലിയ ആശയങ്ങൾ, ഇനി ആ ഒരു ഉദാഹരണത്തിന് നമ്മൾ പറഞ്ഞല്ലോ വെൽനെസ്സിൽ 1000 കോടി ഇൻവെസ്റ്റ് ചെയ്യാവുന്ന ഒരു സാധനമാണ് എന്നുള്ളത് കാലിക്കറ്റിൽ നിന്ന് ഒരാൾ ഒരു ഓണ്ടർപ്രണർ വളർത്തിക്കൊണ്ടുവരുമ്പോൾ അതിനെ വേൾഡ് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിന് പറ്റിയൊരു ടെറൈൻ ഇവിടെ ഓൾറെഡി ഉണ്ട്. ആ ടെറൈനാണ് അതിൻ്റെ ഏറ്റവും വലിയ സംഭവം. ഗവൺമെൻറ് ജസ്റ്റ് ഇൻഫ്രാസ്ട്രക്ചേഴ്സ്, അതിന് ഞാൻ MA യൂസുഫ് അലി ഒരിക്കലും പറഞ്ഞ ഒരു വാക്ക് ഞാൻ കോട്ട് ചെയ്യാണ്. നിങ്ങൾ ഗവൺമെൻറ് എന്നുള്ള രീതിയിൽ നിങ്ങളൊന്നും ചെയ്യണ്ട. നിങ്ങൾ സേഫ്റ്റി ഇൻഫ്രാസ്ട്രക്ചറും, ഐ മീൻ നല്ല റോഡ്, നല്ല തുറമുഖം, നല്ല എയർപോർട്ട്, നല്ല അതേപോലെയുള്ള ഇൻഫ്രാസ്ട്രക്ചറുകൾ, ജസ്റ്റ് ട്രാൻസ്പോർട്ടേഷനും പിന്നെ നല്ല സേഫ്റ്റിയും കൊടുക്കുക. ബാക്കിയെല്ലാം ആളുകൾ ചെയ്തോളും. ആളുകൾ അതിന് പറ്റിയ ഓണ്ടർപ്രണേഴ്സ് കൂടെ ഉണ്ട്. കാരണം അത് ആക്സെപ്റ്റ് ചെയ്യാനും ഇൻവെസ്റ്റ് ചെയ്യാനും പറ്റിയ ആളുകളുണ്ട്. ഇപ്പോൾ കാലിക്കറ്റ് ബേസ് പല ബ്രാൻഡുകളിലും അതേ ഇൻവെസ്റ്റ്മെൻറ്റ് ബ്രോഷറുകൾ പലപ്പോഴും മറ്റു സ്ഥലങ്ങളിൽ പുറത്തു വിട്ടിട്ടുണ്ടെങ്കിൽ ആളുകൾ അത് ആക്സെപ്റ്റ് ചെയ്യുമായിരുന്നില്ല. ഒരു യുണീക്ക് ബോണ്ട് ഉണ്ട്. പല ലിമിറ്റഡ് കമ്പനികളും ആ കപ്പാസിറ്റിയിൽ ചെയ്യാവുന്ന പ്രൊജക്റ്റുകളാണ് നമ്മളെ നാട്ടിൽ പിന്നെ കോഴിക്കോട് ബേസ് ചെയ്ത ഓണ്ടർപ്രണേഴ്സ് ഡെവലപ്പ് ചെയ്യുന്നത്. അതിൻ്റെ കാരണം അത് ആ ഒരു പ്രൊജക്റ്റിന് ധൈര്യപ്പെടാനുള്ള, ഹാർഡ് വർക്ക് ചെയ്യാനുള്ള ഒരു ഓണ്ടർപ്രണേഴ്സും ഇവിടെ ഉണ്ട്. അങ്ങനത്തെ ഒരു പ്രൊജക്റ്റ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ട്രസ്റ്റ് ഫാക്ടർ മാത്രം നോക്കി അതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ ഇൻവെസ്റ്റേഴ്സ് കൂടെ ഉണ്ട്. നമ്മൾ സിമ്പിളായിട്ട് ഇപ്പം ബാംഗ്ലൂരും അതേപോലെ തന്നെ മുംബൈയിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടുത്തെ ഡിസ്കഷനിലൊക്കെ പറയുന്ന ചില തമാശകളുണ്ട്. കോഴിക്കോട് പിന്നെ ക്രൗഡ് ഫണ്ടിങ് ചെയ്ത് മാൾ ഉണ്ടാക്കിയ സ്ഥലമാണ്. കാരണം ഹൈലൈറ്റ് മാളിനെ കുറിച്ചിട്ട് പലപ്പോഴും പറയുന്നൊരു സാധനമാണത്. കാരണം അത്രയും ഇൻവെസ്റ്റേഴ്സ് അതിലുണ്ട്. പക്ഷേ എന്നാലും അത് നന്നായിട്ട് റൺ ചെയ്ത് പോകുന്നുണ്ട്. അത് കാരണം എന്താ വെച്ചാൽ അത് മറ്റൊരു സ്ഥലത്ത് ചിലപ്പോൾ ഇമ്പോസിബിൾ ആയിരിക്കും ഓൾമോസ്റ്റ്. നമ്മളിപ്പോൾ ബാംഗ്ലൂരോ അല്ലെങ്കിൽ മുംബൈയിലോ ഒന്നും അങ്ങനത്തെ ഒരു മോഡൽ അധികം കണ്ടിട്ടില്ല. അപ്പോൾ കാലിക്കറ്റ് ഡെഫിനറ്റ്ലി ബെസ്റ്റ് പ്ലേസ് ടു ഹെഡ് കോട്ട്. അപ്പോൾ നമ്മളെ ഹെഡ് കോട്ട് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല സ്ഥലമാണ്. ഈ 3 എലമെൻ്റാണ് ഞാൻ അതിൽ ഏറ്റവും ഹൈലൈറ്റ് ചെയ്യുന്നത്. ട്രസ്റ്റ്, ഹോസ്പിറ്റാലിറ്റി, ഹാർഡ് വർക്ക്. കാരണം അത് തന്നെ ഇനി നമ്മൾ എലബറേറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ വലിയൊരു ലോകം. ട്രസ്റ്റ് എന്ന് പറയുന്നത് 360 ഡിഗ്രി ട്രസ്റ്റ് വരണമെങ്കിൽ നമുക്ക് അത്രയും നല്ലൊരു ബോണ്ട് ഉണ്ടാവണം. ഇവിടെ മിക്ക ആളുകളും ഇപ്പോൾ നമ്മൾ കമ്പനികളിൽ വർക്ക് ചെയ്യുന്ന ആളുകളെ കുറിച്ച് അവിടുത്തെ ഓണേഴ്സ് പറയാറ് ഒരിക്കലും അവരെൻ്റെ സ്റ്റാഫാണെന്നല്ല. കാരണം അതൊരു ട്രസ്റ്റാണ്. അവർ ലൈക്ക് ഫാമിലി മെമ്പറോ അല്ലെങ്കിൽ അതിനേക്കാളും വേറെ പല രീതിയിലും ഇവർ കണക്റ്റഡാണ്.
ആ ഒരു പരസ്പരമുള്ള ട്രസ്റ്റിലാണ് ഇത് നടക്കുന്നത്. വെറുതെ ഒരു ഗീവ് ആൻഡ് ടേക്ക് എന്നുള്ളതിനപ്പുറത്ത് ഒരു റോൾ പ്ലേയേഴ്സാണ്. ആ ഒരു രീതിയിലുള്ള ഒരു വലിയ ക്രൗഡ്, നമുക്ക് എംപ്ലോയീസ് അവരെ പറ്റി പറയാൻ പറ്റില്ല, ഇവിടെ ഉള്ളൊരു വർക്ക് ചെയ്യാൻ താല്പര്യമുള്ള ഒരു ക്രൗഡ് ഇവിടെ ഉണ്ട്. ആ ക്രൗഡാണ് ശരിക്കും ഇതിനെ ഏറ്റവും വലിയ ഒരു മാസ്മരികമായ രീതിയിൽ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ. അപ്പോൾ അവരുടെ ഒരു അവൈലബിലിറ്റി, ഇപ്പോൾ എറണാകുളത്ത് നിന്ന് കാലിക്കറ്റ് വന്ന് വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. പറയുമ്പോൾ എറണാകുളം വലിയ ടൗണാണ്, പക്ഷേ എറണാകുളത്ത് വർക്ക് ചെയ്ത് അല്ലെങ്കിൽ ബാംഗ്ലൂർ മറ്റൊക്കെ വർക്ക് ചെയ്ത് അവിടെ ഇപ്പോഴും ജോലി ഉണ്ടായിട്ട് തിരിച്ച് കാലിക്കറ്റ് നിന്ന് വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. പിന്നെ ഇനി നമ്മൾ ആ വർക്കിലേക്ക് പോവുകയാണെങ്കിൽ അതിൻ്റെ ഏറ്റവും വലിയൊരു സംഗതി എന്ന് പറയുന്നത്, ഇപ്പോൾ ഗവൺമെൻറ് സെക്ടറിലൊക്കെ പറയപ്പെടുന്ന ഒരുപാട് സംഗതികളുണ്ട്. ഇപ്പോൾ പബ്ബ് കുറവാണ്, അതുകൊണ്ടൊക്കെയാണ് ബിസിനസ്സിൽ ആൾ വരാത്തത്. പക്ഷേ നല്ല ഭക്ഷണം ഹൈജീനായിട്ട് കിട്ടുക എന്ന് പറയുന്നതും വലിയൊരു സംഭവമാണ്. മെട്രോ സിറ്റീസിലൊക്കെ ഏറ്റവും കൂടുതൽ ആളുകൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത്, അവിടെ ഭക്ഷണം വെറും ഒരു മെറ്റീരിയൽ മാത്രമാണ്, അല്ലെങ്കിൽ ഒരു കച്ചവടം മാത്രമാണ്. നല്ല ഭക്ഷണം കൊടുക്കുക, ആ ഭക്ഷണം കൊടുക്കുന്നതിൽ ആൾക്കാർ സന്തോഷിക്കുക, 10 വർഷം 20 വർഷമൊക്കെ ആയിട്ട് തുടർച്ചയായിട്ട് 30 വർഷത്തിലധികം ഡെയിലി ഇരുന്ന് രാവിലെ ചായ കുടിക്കുന്ന ഹോട്ടൽസ് ഇപ്പം കാലിക്കറ്റിലുണ്ട്, ഇപ്പോഴും ഉണ്ട്. മറ്റു സ്ഥലങ്ങളിലൊന്നും അങ്ങനെ ഉണ്ടാവില്ല. കാരണം അവരുടെ പാർട്ട് ഓഫ് വീട്ടിൽ നിന്ന് കഴിക്കുന്നത് പോലെ ധൈര്യപ്പെട്ട് കഴിക്കാവുന്ന ഹോട്ടൽസ് അവൈലബിൾ ഉള്ള സ്ഥലമാണ് കാലിക്കറ്റ്. അപ്പോൾ നല്ല ഭക്ഷണത്തിൻ്റെ അവൈലബിലിറ്റി, അതേപോലെ തന്നെ ഇനിയിപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ പോലത്തെ സംഗതികളാണ് ഇനി ശ്രദ്ധിക്കേണ്ടത്. കാരണം ഇപ്പോൾ ട്രാഫിക് ഭയങ്കരമായിട്ട് ബാധിക്കുന്നുണ്ട്. പക്ഷെ അതിൽ ഗവൺമെൻറ് ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കണം. കാരണം കൊച്ചിയിൽ മെട്രോ ഉണ്ടാക്കുന്ന അതേ സമയത്ത് കാലിക്കറ്റിലും അതിന് തുല്യമായ മെട്രോ ഉണ്ടാക്കേണ്ടിയിരുന്നു. കാരണം എനിക്ക് തോന്നുന്നത് ഈ ഹൈറാർക്കി സ്റ്റേജിൽ ട്രിവാൻഡ്രം കൊച്ചിക്ക് കിട്ടുന്ന ആ ഒരു പ്രാധാന്യം പലപ്പോഴും കാലിക്കറ്റ് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. അത് അത്ര അൺഇമ്പോർട്ടൻ്റ് അല്ല. കാലിക്കറ്റ് അതൊരു ഈക്വലാണ് അല്ലെങ്കിൽ ബെറ്റർ ആണ് എന്നുള്ളത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന വിഷയത്തിൽ പലപ്പോഴും നമ്മളുടെ ലീഡർഷിപ്പ് ഇനിയും ഉണരേണ്ടതുണ്ട്. കാരണം കാലിക്കറ്റ് നഗരത്തിന് ശരിക്കും സുഖമായിട്ട് നമുക്ക് NIT പോലത്തെ ഒരു സാറ്റലൈറ്റ് സിറ്റിയിലേക്കും തിരിച്ച് ഇപ്പം നമ്മുടെ രാമനാട്ടുകര പോലത്തെ ലൊക്കേഷനിലേക്കും ഇപ്പോൾ തിരിച്ചിപ്പോൾ നമ്മൾ ഈ ബംഗളം പോലത്തെ ഏരിയയിലേക്കൊക്കെ കണക്ടിവിറ്റി കൊടുക്കുകയാണെങ്കിൽ ഈ ഏരിയകളെല്ലാം നഗരത്തിൻ്റെ ക്യാച്ച്മെൻറ്റിലേക്ക് വരും. നഗരത്തിൻ്റെ ക്യാച്ച്മെൻറ്റിലേക്ക് ഇവ വരുന്നതോടുകൂടെ തന്നെ അവിടെ എല്ലാം ഇൻവെസ്റ്റ്മെൻറ്റുകൾ വരും. ഇൻവെസ്റ്റ്മെൻറ്റ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും വീണ്ടും അതിൻ്റെ റൊട്ടേഷൻ കൂടും, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് വരും. അപ്പോൾ നമ്മളിപ്പോൾ വയനാട് വരെ കാലിക്കറ്റിൻ്റെ പാർട്ടാണ് ശരിക്കും. നമ്മൾ കാലിക്കറ്റ് എന്ന് ചിന്തിക്കുമ്പോൾ നമ്മളൊരിക്കലും കോഴിക്കോട് എന്ന് പറയുന്ന റവന്യൂ മാപ്പിനെ ചിന്തിക്കരുത്. അത് ഭരണത്തിന് എളുപ്പത്തിന് ചെയ്യുന്ന സാധനങ്ങളാണ്. കോഴിക്കോട് എന്ന് പറയുന്ന എമോഷൻ കിടക്കുന്നത് ആ ജിയോഗ്രഫി, എൻ്റെ ജിയോഗ്രഫി, അത് മലപ്പുറം, കണ്ണൂർ, വയനാട്, അതേപോലെ തൃശ്ശൂരിൻ്റെ ചില ഏരിയകൾ വരെ എന്ന് വരും. കാരണം ജില്ല പിന്നെയും മാറി വന്നേക്കാം, പക്ഷെ ഒരു റീജിയൻ ഒരിക്കലും എന്താവുന്നില്ല, മാറുന്നില്ല. അപ്പം അതുകൊണ്ട് ഡെഫിനറ്റ്ലി എൻ്റെ വിശ്വാസം എന്ന് പറയുന്നത് കോഴിക്കോടിൻ്റെ സാധ്യതകൾ ഇനി വളരെ വളരെ ഫാസ്റ്റായിട്ട് വരികയാണ്. മറ്റുള്ള സ്ഥലങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ അതേസമയം കോഴിക്കോട് വന്ന് ഇൻവെസ്റ്റ് ചെയ്യുന്നത് അത്രയും ROI, അപ്പോൾ നിങ്ങൾക്ക് റെൻ്റൽ റിട്ടേൺ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ കാലിക്കറ്റാണ്. കാരണം അത്ര അവൈലബിലിറ്റി കുറവായതുകൊണ്ട് കാലിക്കറ്റാണ് ഭയങ്കരമായിട്ട് റെൻ്റൽ റിട്ടേൺ ഉള്ള സ്ഥലമാണ് കാലിക്കറ്റ്. അതേപോലെ തന്നെ മറ്റുള്ള പല ബിസിനസ്സുകളും ROI ബേസിൽ കാലിക്കറ്റ് ഭയങ്കരമായിട്ട് ഉഷാറാവുന്നുണ്ട്. ഇപ്പോൾ മലബാർ പോലത്തെ ബ്രാൻഡ് ഉള്ളപ്പം തന്നെ നന്നായി പെർഫോം ചെയ്യുന്ന ലോക്കൽ ബ്രാൻഡുകൾ ഇവിടെ ഉണ്ട്. നന്നായി പെർഫോം ചെയ്യുന്ന പുതിയ ബ്രാൻഡുകൾ, ഇപ്പോൾ എമറാൾഡ് പോലത്തെ ബ്രാൻഡുകൾ വളർന്നു വരുന്നുണ്ട്. ആളുകൾ ഇതിനെ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, അതിനും ഗ്ലോബൽ എൻട്രി കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഹെൽത്ത് കെയർ ബെസ്റ്റ്, ഇപ്പോൾ കാലിക്കറ്റ് പോലെ നിങ്ങൾ ശ്രദ്ധിച്ചോ, ഒരു മികച്ച ഹെൽത്ത് കെയർ ടൗണായി മാറുന്നുണ്ട്. ഇപ്പം നിലവിലുള്ള എല്ലാവരും ഏറ്റവും കൂടുതൽ PE ഫണ്ടുകളും അതേപോലെ തന്നെ വെഞ്ചർ ഫണ്ടുകളെല്ലാം ഇൻവെസ്റ്റ് ചെയ്യാൻ ടാർഗറ്റ് ചെയ്യുന്നത് കാലിക്കറ്റ് ഏരിയയിലുള്ള പ്രൊജക്റ്റുകളിലാണ്. നമ്മളിപ്പോൾ റീസെൻ്റ്ലി നമുക്കറിയാം, ഇപ്പോൾ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ വരുന്നുണ്ട്, അതേപോലെ തന്നെ ഇവിടെ വെൽനെസ്സിൽ ഇൻവെസ്റ്റ്മെൻറ്റുകൾ വരുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ഈവൻ ഈ നമ്മുടെ നിലവിലുള്ള എല്ലാ ഹോസ്പിറ്റൽസും ഓൾമോസ്റ്റ് ഹൗസ്ഫുള്ളാണ്. ഞാനതിൻ്റെ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് എനിക്കറിയാം കറക്റ്റ്. നിങ്ങൾക്ക് ഇവിടുത്തെ ഏറ്റവും കോസ്റ്റ്ലി ആയ ഹോസ്പിറ്റലിൽ പീക്ക് ടൈമിൽ പോയാൽ ഒരു കാറ് വെക്കാനുള്ള സ്ഥലമില്ല. നിങ്ങൾ മൈത്ര ഹോസ്പിറ്റലിൽ പോയാൽ നിങ്ങൾക്കൊരു കാറ് പാർക്ക് ചെയ്യാൻ സ്ഥലം കിട്ടില്ല. അത്ര ശതമാനം ഒക്കുപ്പൻസി ഉണ്ട്. ഇവിടുത്തെ ഹോട്ടൽസ് റൂംസും അതേപോലെ ഒക്കുപ്പൻസി. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താ? ഒക്കുപ്പൻസി അത്രയും ഉണ്ടാകുന്നതിൻ്റെ അർത്ഥം എന്താ? അത്രയും വലിയൊരു ഡെവലപ്മെൻറ്റിൻ്റെ സാധ്യത ഇവിടെ വളർന്നു വരുന്നുണ്ട്.